ഹായ് ഫ്രണ്ട്സ്, കാർ ബ്യൂട്ടി കാർ ആക്സറീസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ടർട്ടിൽ വാക്സിൻ്റെ ഒരു ഇൻറ്റീരിയർ ക്ലീനിങ്. ഇത് നമുക്ക് മൾട്ടിപർപ്പസ് യൂസാണ്. അതുകൂടാതെ നമ്മുടെ വണ്ടിയുടെ ഫുള്ള് ഓഡോർ എക്സ് എന്ന് പറഞ്ഞിട്ട് ടർട്ടിൽ വാക്സിൻ്റെ തന്നെ ഒരു നമുക്ക് ഫുള്ള് വണ്ടിയുടെ ഇൻറ്റീരിയർ ഫുള്ള് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു 2 പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിൽ മെയിനായിട്ട് നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ വണ്ടികളിലൊക്കെ പല ആളുകളും പറയാറുണ്ട് നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ എന്തെങ്കിലും ഫിഷ് ഐറ്റംസോ അല്ലെങ്കിൽ മീറ്റ് ഐറ്റംസോ അല്ലെങ്കിൽ പിള്ളേർ ഒമിറ്റ് ചെയ്തു അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ പറയാറുണ്ട് നമ്മുടെ വണ്ടി എന്തോരം ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ വണ്ടിക്ക് ഉള്ളിൽ സ്മെല്ലാണ്, അത് പോകുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. അതിന് മെയിനായിട്ടുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും വണ്ടിയുടെ നമ്മുടെ ടോപ്പ് ഇൻറ്റീരിയർ സൈഡ് അവിടെ ഇതിൻ്റെ സ്മെല്ല് ഓൾറെഡി ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും. ഈ സ്മെല്ല് പോകാനായിട്ട് നമ്മൾ ഇൻറ്റീരിയർ ക്ലീൻ ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ സ്മെല്ല് നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ നിന്ന് പോകുള്ളൂ. അപ്പോൾ നമുക്ക് ടർട്ടിൽ വാക്സിൻ്റെ ഈ ഇൻറ്റീരിയർ ക്ലീൻ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കത് വളരെ സിമ്പിളായിട്ട് നമുക്കത് ക്ലീൻ ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ നമുക്ക് വണ്ടിയുടെ AC-യുടെ വെൻറ്റിലേറ്ററിൻ്റെ ഉള്ളിലെല്ലാം ഇതിൻ്റെ സ്മെല്ല് ഓൾറെഡി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഉൾവശവും ആ സ്മെല്ലെല്ലാം പോകാനായിട്ട് നമുക്കൊരു കെമിക്കലായിട്ട് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഓഡോർ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഐറ്റം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കേണ്ട രീതി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതിനകത്ത് വണ്ടിയെ തന്നെ കാണിച്ചു തരാം. നമുക്കിത് ചെയ്യാനായിട്ട് വേണ്ട ഒരു പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫൈബർ ക്ലോത്ത് വേണം, ഈ ഒരു ക്ലോത്ത് വേണം. അതുകൂടാതെ ഈ പ്രൊഡക്ട്സ് വേണം. ഈ 3 പ്രൊഡക്ട്സും കൊണ്ട് നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ എങ്ങനെയാണ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുന്നതിന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. നമ്മളിത് ഉപയോഗിക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് ജസ്റ്റ് ഒരു ഫോമാണ് ഇത് വരുന്നത്. നമുക്ക് ജസ്റ്റ് സ്പ്രേ ചെയ്യാവുന്ന ടൈപ്പിലാണ് വരുന്നത്. ഇതിനകത്തൊരു ബ്രഷ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. നമുക്ക് ഒത്തിരി ചെളി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. നമ്മളപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിന് നമ്മൾ അടിക്കുന്നതിന് മുമ്പ് വണ്ടിയുടെ ഉള്ളിൽ കയറുന്നതാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു മാസ്ക് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു മാസ്ക് വയ്ക്കുക. നമ്മൾ മേളിലേക്ക് അടിക്കുന്ന സമയത്ത് നമ്മുടെ മൂക്കിലേക്കും വായിലേക്കും കയറാതിരിക്കാൻ വേണ്ടി നമ്മളൊരു മാസ്ക് വയ്ക്കുക. അതിന് ശേഷം നമുക്കിത് മേളിലേക്ക് നമുക്ക് സ്പ്രേ ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങളിങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഓരോ പോർഷനായിട്ട് നമുക്കിങ്ങനെ ജസ്റ്റ് കുറച്ച് പോർഷൻ നമ്മൾ അടിച്ച് നിർത്തുക. അതിന് ശേഷം നമുക്ക് ഒരു ക്ലോത്താണ് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ ഈ ക്ലോത്ത് എടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒത്തിരി പ്രസ് ചെയ്യുക അല്ലെങ്കിൽ ബലം ഒന്നും കൊടുക്കണ്ട. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വയ്ക്കുക, ഇങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏതൊക്കെ പോർഷൻ ഫുള്ള് ഇങ്ങനെ ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വൈപ്പ് ചെയ്തങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ള അഴുക്ക് കാര്യങ്ങൾ, അതുകൂടാതെ ഇതിനകത്ത് ഒബ്സർവ് ചെയ്തേക്കുന്ന സ്മെല്ല് കാര്യങ്ങൾ എല്ലാം ഇത് കളയും. കാരണം വെച്ചാൽ ഇതിനൊരു ലെമൺ ടച്ച് സ്മെല്ല് കാര്യങ്ങളെല്ലാം ഇതിന് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ എപ്പോഴും ക്ലീനായിട്ട് തന്നെ ഇരിക്കും. ജസ്റ്റ് ഇപ്പോൾ നമ്മളൊരു ചെറിയൊരു പോർഷൻ മാത്രമാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് വീഡിയോ സൂം ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് അതിൻ്റെ മനസ്സിലാക്കണമെങ്കിൽ നമുക്കിപ്പോൾ ഈ നമ്മൾ വൈപ്പ് ചെയ്ത വശവും ഈ വൈപ്പ് ചെയ്യാത്ത വശം കൂടി നമ്മൾ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വൈറ്റ്നസ് നമുക്ക് പെട്ടെന്ന് വീഡിയോയിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്നറിയില്ല, എന്നാലും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മളെന്തായാലും ഫുള്ളായിട്ട് നമ്മളത് ക്ലീൻ ചെയ്ത് ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ നോക്കി അറിയാൻ പറ്റും, നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ചെളി കാര്യങ്ങൾ എല്ലാം പോയിട്ടുണ്ട്. അതുകൂടാതെ വണ്ടിക്കുള്ളിൽ നല്ല സ്മെല്ലുമാണ്. ഇപ്പം ഇതാണ് നമുക്ക് ഫൈനലി നമുക്കത് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയേക്കുന്നൊരു റിസൾട്ട്. അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുണ്ട് വണ്ടിയുടെ ഉള്ളിൽ ഫുള്ള്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലെ ഇൻറ്റീരിയറിൻ്റെ ഉള്ളിൽ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം AC-യുടെ ഫുൾ AC വെൻ്റ് ഉള്ളിൽ ക്ലീൻ ചെയ്യാനായിട്ട് അത് നമ്മൾ വണ്ടി ഏകദേശം തീരാറായിട്ട് വണ്ടിയുടെ ഉള്ളിൽ നമ്മളത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓഡോ എക്സ് AC-യുടെ ഇത് ക്ലീൻ ചെയ്യാനുള്ള റേറ്റ് വരുന്നത് ഏകദേശം ഒരു 790 രൂപയും നമുക്ക് ഇൻറ്റീരിയർ ക്ലീനിങ്ങിൻ്റെ ഇതിന് 640 രൂപ ആ റേഞ്ചൊക്കെയാണ് വരുന്നത്. അത്യാവശ്യം എല്ലാ ഷോപ്പുകളും തന്നെ ഇത് കിട്ടും. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യണം താല്പര്യമുള്ളവർക്ക് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടുന്ന ഒരു ഐറ്റമാണ് ഇത്. നമുക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം ഓഡോക്സിൻ്റെ കൂടെ നമുക്കൊരു സ്പ്രേയും കാര്യങ്ങളും നമുക്ക് വരുന്നുണ്ട്. ഇത് നമുക്ക് പിന്നീട് നമ്മുടെ വണ്ടിയുടെ ഉള്ളിലെ സ്മെല്ല് കാര്യങ്ങൾ ഒന്ന് കുറഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഓട്ടോ ഫില്ല് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ വേണമെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. കമ്പനി പറയുന്നത് നമുക്ക് AC-യുടെ അതിനകത്തൊക്കെ അടിക്കാം, ഫൈബറിലൊക്കെ അടിക്കാമെന്നാണ്. പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് ഒന്നും നമ്മൾ ഡയറക്റ്റ് അടിക്കാനായിട്ട് കസ്റ്റമറുടെ അടുത്ത് പറയാറില്ല. കാരണം ഇതിനകത്ത് സ്പിരിറ്റിൻ്റെ എന്തെങ്കിലും കണ്ടൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഫൈബർ പീസിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫൈബറിൻ്റെ പെയിൻറ്റ് കാര്യങ്ങൾ നമുക്ക് ചെറുതായിട്ട് മങ്ങിയ രീതിയിൽ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ജസ്റ്റ് ഓപ്പൺ എയർ തന്നെ നിങ്ങൾ അടിച്ചു വിടുക. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള പുതിയ പ്രൊഡക്ട്സിൻ്റെ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.